തമ്മിൽ കണ്ടിട്ട് 4-5 വർഷമായില്ലേ? അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ലോങ് ലീവ് എടുത്തിരിക്കുകയായിരുന്നല്ലോ. മകളുടെ രോഗം മാറ്റാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ആദ്യം ബോംബെയിലെ ജസ്ലവ് ഹോസ്പിറ്റൽ, പിന്നെ ലണ്ടനിൽ, പിന്നെ അമേരിക്കയിൽ. എന്നിട്ടും അന്ന രക്ഷപ്പെട്ടില്ല. ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനനവും മരണവും നിയന്ത്രിക്കുന്നത് കർത്താവല്ലേ. അന്ന മരിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്കിൾ ജോലി രാജിവെച്ച് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു എന്നൊക്കെയാ ഞാൻ അറിഞ്ഞത്. ജോലി രാജിവെച്ചില്ല. അതുകൊണ്ട് വീണ്ടും ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ സാധിച്ചു. 2 മാസമായി. ആദ്യം കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കിട്ടിയത്. മന്ത്രിയെ കണ്ടെന്റെ ചുറ്റുപാടുകളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറ്റം കിട്ടി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അങ്കിൾ. അമ്മയ്ക്ക് ഡിമെൻഷ്യ ആയിരുന്നു. 2 ബ്രദേഴ്സും അമ്മയെ പോലും ശ്രദ്ധിക്കാതെ അവരവരുടെ വഴിക്ക് പോയി. അച്ഛൻ്റെ ബിസിനസ്സിൽ തന്നെ ഞാൻ എങ്ങനെയോ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാണ് കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. പിടിച്ചു നിൽക്കുന്നു എന്നല്ല, അമൃത രവീന്ദ്രൻ സ്ഥലത്തെ ബിൽഡേഴ്സിൽ പ്രധാനപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. വളരെ സന്തോഷം തോന്നി. അന്നയും അമൃതയും 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചവരല്ലേ? അമൃതയ്ക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട് അല്ലേ? അത് വളർച്ചയുടെ ഭാഗമാണ്. വെളിച്ചത്തിന്റെ കൂടെ നിഴലുള്ളതുപോലെ വളർച്ചയോടൊപ്പം ശത്രുതയും ഉണ്ടാവും. ഇന്നലത്തെ കോംപ്ലിക്കേഷൻസ് ഇപ്പോഴില്ല. ഏതായാലും ടേക്ക് റെസ്റ്റ് സർ. മരുന്ന് കൃത്യമായി കൊടുക്കണം. മരുന്നിനേക്കാൾ മനസമാധാനമാണ് ഇപ്പോഴേറ്റവും ആവശ്യം. അത് മറക്കരുത്. സോ ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്. കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും വിശ്രമിക്കണം. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയ തോതിലൊരു സ്ട്രോക്ക് ആയിരുന്നു. എന്നുവെച്ച് പേടിക്കാനൊന്നുമില്ല. അത്ര ഗുരുതരമായിരുന്നില്ല. എന്നാലും സൂക്ഷിക്കണം. വലിയ സ്ട്രെയിൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ട. ഓഫീസിൽ പോകണ്ട. ശരി ഡോക്ടർ. അധികം നടക്കാൻ അനുവദിക്കണ്ട. ഭക്ഷണം ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ശരി. പോകാം. മോനെ, അന്യനാട്ടിലെ വെള്ളം കുളിച്ചു കിടന്ന രാസ്നാദി തിരുമ്പണം. എടുത്തു വെച്ചില്ലേ മോള്? വെച്ചിട്ടുണ്ടമ്മേ. കയ്യൊന്നിയും തുളസിയിട്ട് കാച്ചി എണ്ണയും വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് വേറെ പൊതിയില വെച്ചിട്ടുള്ളത്. തുളുമ്പി വീണ് പാന്റ് ഷർട്ടൊക്കെ ചീത്തയാവാതിരിക്കാനേ. ചീത്തയാലും പേടിക്കാനൊന്നുമില്ല. കോസ്റ്റ്യൂം വേറെ ഉണ്ട്. മഹേന്ദ്രരാജിന്റെ കൂടെ നമ്മുടെ മുരളി ആ സീനി വരുന്ന രംഗം നീ നോക്കിയോ. പടം ഇവിടെ റിലീസ് ആവുന്ന ദിവസം നമ്മളൊരു ടീമാൻ കയറും. നീ വരുന്ന സമയം തിയേറ്ററിനകത്ത് ഞങ്ങൾ മാലപ്പടക്കം പൊട്ടിക്കും. ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, അനുമ്പ് റിലീസായി. എന്റെ പൊന്നപ്പക്കുട്ട, ആദ്യം ഒന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് കാലം നിൽക്കാം. അവിടെ ചെന്ന് മനസ്സിന് പിടിക്കാത്തൊന്നും വാരി വലിച്ച് തിന്നല്ലേ മുരളിച്ചേട്ടാ. ചെന്ന ഉടനെ ഫോൺ ചെയ്യണം. മോനെ, ഈ സിനിമയ്ക്കൊക്കെ വലിയ ലൈറ്റ് അല്ലേടാ. അത് മുഖത്തടിച്ചാ വല്ല കുഴപ്പമുണ്ടോ? പിന്നെ അത് മുഖത്തടിച്ചാ മുരളി കറുത്തു പോകും. നീ പോടായിരുന്നു. എന്റെ ജാതകത്തിലുണ്ട് എന്റെ മോൻ കാരണം നല്ലത് വരുമെന്ന്. അതിനെന്തോ ഇത്ര സംശയം? നാരായണി ചേച്ചി ഫോറിൻ കാറിൽ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇവൻ സിനിമയിലൊന്ന് കാലുറപ്പിച്ചോട്ട്. ചുമ്മാ വരാതെ പോകുന്നുണ്ടോ? നമ്മളിവിടെ ഓട്ടോ ഓടിച്ച് ജീവിച്ചു. ഫോറിൻ കാർ ഒന്നും ഇല്ലെങ്കിലും സഹിച്ചു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സിനിമയിലൊന്ന് മോൻ കാണിക്കാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ്. അതെ അതെ, അത് ഇങ്ങോട്ട് വന്നു കയറിയ ചാൻസ്. മുരളിച്ചേട്ടന് നല്ല കഴിവുണ്ട്. എനിക്ക് ഉറപ്പാ ഇതൊരു നല്ല തുടക്കമായിരിക്കും. എന്റെ വിനീതേ, അതൊന്നും ഈ പോത്തിനോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഏതായാലും നമ്മുടെ മിമിക്രി സംഘത്തിൽ നിന്ന് നീ ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഒരു കാര്യം ഉറപ്പാ, ഞാൻ രക്ഷപ്പെട്ട എല്ലാരും രക്ഷപ്പെടും. അത് മതി. കാശ് മതിയാവോ മുരളിച്ചേട്ടാ? അവിടെ എല്ലാം പ്രൊഡക്ഷൻ വകയല്ലേ, നീ വിഷമിക്കാതെ.
എന്റെ കയ്യിലുള്ള കാശ് ധാരാളം. അപ്പോഴേ രാഹു തുടങ്ങുന്നതിന് പറഞ്ഞ 2:30 മണി മുതൽ പിഷാരടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുക. അമ്മ ഞാൻ ഇറങ്ങട്ടെ. ചെല്ലു മോനെ. വാ, ബാഗ് നീ പിടിച്ചോളൂല്ലോ അല്ലേ? വേണ്ട, നീ പിടിച്ചാൽ മതി. അങ്ങ് എന്നിട്ട് ഞാൻ പിടിക്കാം. ഞാൻ പോയി വരുന്നവരെ പ്രോഗ്രാം ഒന്നും പിടിക്കില്ലേട്ടാ. സിനിമക്കാരോട് മിമിക്രി എന്ന് പറഞ്ഞാൽ അവര് കൊല്ലും. ദേവി, ആ, നീ ഇങ്ങി പോന്നാ. നല്ല പാർട്ടികളാ. കാത്തിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്റെ പേരിറങ്ങി. എടാ മുരളി, നിനക്കൊരു സീരിയസ്നെസ് വേണ്ടേ? നാളെ രാവിലെയാ നിന്റെ ഷൂട്ടിങ്, അത് മറക്കരുത്. ഓട്ടം മുതലാളുടെ വീട്ടിൽ കൊണ്ട് നീട്ടിട്ട് വന്നപ്പോൾ സമയം പോയി. പിന്നെ അമ്മയുടെ ഓരോ ഒരുക്കങ്ങളും വിനീതര ഉപദേശിച്ചു. അതെ, മുരളിയെ യാത്രയാക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് വല്ലൊരു റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടോ? ആരെയും കണ്ടില്ല. അതെങ്ങനാ? അവന്മാർക്കൊക്കെ കണ്ണുകടിയാ. ആ, അതെ. ഓട്ടോ ഓടിച്ച് നടന്നവൻ താരമായി കഴിഞ്ഞാ കുശുമന്മാർക്ക് സഹിക്കാനൊക്കൂ. കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ സ്ഥലത്തെ ഓട്ടോക്കാരെ എല്ലാം അവിടെ സംഘടിപ്പിച്ച് നമുക്കിവന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കായിരുന്നു. അതൊന്നും വേണ്ട, അതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് വരുമ്പോ മതി. എടാ, അവിടെ ചെന്ന നിനക്ക് സഹായത്തിൻ്റെ ആള് വേണ്ടേ? കൂടെ ഒരാളുണ്ടെങ്കിൽ സിനിമാക്കാർ ആദ്യം മുതലേ ബഹുമാനിച്ചു തുടങ്ങും. ഓഹോ, ഞാനും നിന്റെ കൂടെ വന്നാലോ എന്ന് വിചാരിക്കുക. പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടൊക്കെ നിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി. സെക്രട്ടറിയാ? ആ സ്ഥാനമൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആയി. ഇതെന്താ സിനിമ ടിക്കറ്റോ അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ? അതെ, മുരളി എന്നെ സെക്രട്ടറി ആക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഡ്രൈവർ ആയിക്കോ. ഞാൻ ഡ്രൈവറോ? എന്ത്? എടാ അപ്പുക്കുട്ട, ഒരു ഫ്രണ്ടായ സത്യസന്ധത വേണം. ഓ, നീ നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കോ നിനക്കോ കൂടുതൽ ഗ്ലാമർ? അല്ല, അത് പിന്നെ ഈ സെക്രട്ടറിക്ക് എന്തിനാ ഗ്ലാമർ? ഗ്ലാമർ വേണം. എന്തോത്തിനാ? കയ്യിലൊരു ബ്രീഫ് കേസ് ഒക്കെ പിടിച്ച് സഫാരി സൂട്ടൊക്കെ ഇട്ട് നിന്ന സെക്രട്ടറിയാന്ന് തോന്നണ്ടേ? നമുക്കൊരു കോംപ്രമൈസ് ഫോർമുല കൊണ്ടുവരാം. ഞാൻ സെക്രട്ടറി, ഇവൻ ഡ്രൈവർ. ഏയ്, ഇത് നിങ്ങൾ ശരിയാവില്ല ഇങ്ങനെ കേട്ടോ. വഴക്കിട്ടോണ്ട് നിന്നാലേ എന്റെ ട്രെയിൻ അങ്ങ് പോകും. ആ, ട്രെയിൻ പോകുന്നെങ്കിൽ പോട്ടെ. ഒറ്റപ്പാലത്തേക്കല്ലേ, ബസ്സിനും പോവാലോ. നീ ഒരു കാര്യം ചെയ്യും മുരളി, ഇനി ഓട്ടോ കാത്തു നിന്നിട്ട് കാര്യമില്ല. നീ ഇതിലോട്ട് കയറ്, ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നീ ഡ്രൈവറല്ലേ, മുരളി കാറൊക്കെ മേടിച്ചിട്ട് പതുക്കെ വന്നാ മതി. അതൊന്നും ശരിയാവത്തില്ല. നീ ആ ബാഗ് എടുത്ത ആ, വേളം ഉണ്ടാക്കാം. സൈക്കിളിന്റെ ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന. നീ ഡ്രൈവറല്ലേ, വേണ ഞാൻ ചവിട്ടി കാർ മാത്രമേ ഓടിക്കൂ, സൈക്കിൾ ഓടിക്കുന്ന ഡ്രൈവർ അല്ല. കയറ്. ആ, കയറിക്കോ. പോട്ടെ. തള്ളി വിട്ടിട്ട് പോട്ടെ, പോട്ടെ. കയറണേ. ആ, കയറിയില്ല. ആ, പോട്ടെ. മഹേന്ദ്രരാജ് വരുന്നു. വേഗം വേഗം, ഹീറോ എത്തി. ആദ്യമായിട്ടാണ് സാർ, അനുഗ്രഹിക്കണം. നന്നായി വരും. അമ്മേ, ക്യാമറ ക്രെയിനിലാണ്. ഹീറോ ഇങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്ന് കാല് തന്നെ വീഴുന്നു. അപ്പോ ഒരു കറുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ അയാളെ താങ്ങുന്നു. അയാൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴാണ് അത് തന്റെ പഴയ ഫ്രണ്ടാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ക്യാമറ ടോപ്പ് ആംഗിളിൽ നിന്നും ഹീറോയുടെ ഫേസിലേക്ക് ചാർജ് ചെയ്യണം. പ്രൊഡ്യൂസർ സാർ അനുഗ്രഹിക്കും. നീ ധൈര്യമായിട്ട് ചെല്ലടാ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആകെ ഒരു വിഷമം സാർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ പേഴ്സ് കാണുന്നില്ല. പോക്കറ്റ് അടിച്ചു പോയതാ. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോൾ നിനക്ക് എന്തിനാ ഇപ്പൊ കാശ്? ആഹാരം ഇവിടെയുണ്ട്, പോകാൻ ടിക്കറ്റ് എടുത്തു തരും. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ പ്രതിഫലവും തരും. ധൈര്യമായിട്ട് നിൽക്കേ. സാർ ഇങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്ന് തെന്നി വീഴും. അപ്പൊ ഒരു കൈ പിടിച്ചെഴുന്നേൽപ്പിക്കും. നോക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അയാൾ ചോദിക്കും, എടാ അശോക, നിനക്കെന്നെ മനസ്സിലായില്ലേ? ആ, ഓക്കെ ഓക്കെ. അത് പഴയ ഫ്രണ്ടാണെന്ന് അപ്പോഴാ മനസ്സിലാകുന്നത്. അതിൻ്റെതായ സർപ്രൈസും അമ്പരപ്പും ഒക്കെ. ഓക്കെ, റെഡി റെഡി. ഇങ്ങി വാ. ഇയാളാ കൂട്ടുകാരന്റെ റോളിൽ. ഇയാളോ? പുതിയ പയ്യനാണ് സാർ, മിമിക്രി ആർട്ടിസ്റ്റാ. ആളും എടുക്കണ, പേര് മുരളി. ഈ കറുകറായിരിക്കുന്നവനാണോ എന്റെ ഫ്രണ്ടായിട്ട്?
നിങ്ങൾ എന്തെന്നെ കളിയാക്കാണോ? ഇവന്റെ കൂടെ ഞാൻ അഭിനയിക്കാനോ? സാർ അത് പിന്നെ നല്ല കഴിവുള്ള പയ്യനാ. താൻ പ്രൊഡ്യൂസർ, പണം മുടക്കുക മാത്രമാണ് തന്റെ ജോലി. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ പേരുള്ളതുകൊണ്ടല്ലേ ഈ പടത്തിന് ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയത്. അല്ലാതെ തന്റെ ദുബായിലെ ബാർബർ ഷാപ്പ് കണ്ടിട്ടൊന്നും അല്ലല്ലോ. ഈ നിൽക്കുന്ന ഡയറക്ടറുടെ കഴിവുകൊണ്ടുമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് അനുസരിക്കുക. എന്റെ ഫ്രണ്ടായിട്ട് ആ ഹരിമോഹനിട്. ഇടാ, എന്റെ സഹായം കൊണ്ടല്ലേ നീ ഡയറക്ടർ ആയത്. എന്നിട്ട് നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇവനെയൊക്കെ സ്ക്രീനിൽ കണ്ട എന്റെ ഫാൻസ് തിയേറ്റർ കത്തിക്കും. നിങ്ങൾക്കൊന്നും കോമൺ സെൻസ് ഇല്ലേ മിസ്റ്റർ? ആ ഹരിമോനെ വിളിക്കേ, അവൻ നന്നായിട്ട് അഭിനയിക്കും. ഇടാ കൊച്ചനെ, നിന്റെ നിറവും ശരീരവും വെച്ച് സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ വിചാരിക്കുന്നത് അതിമോഹമല്ലേ? എടാ, നീ ചോദിച്ചാൽ ഞാനൊരു ഓട്ടോഗ്രാഫ് പോലും തരില്ല. പിന്നെയല്ലേ നിന്റെ കൂടെ അഭിനയിക്കുന്നത്. സമയം കളയാതെ വീട്ടിൽ പോയി നിന്റെ ശരീരക്കൂറിന് പറ്റിയ വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യും. വല്ല 6 മണിക്കും പോ. ആ പ്രിയമോളെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളി. ഓക്കെ? നീ വിഷമിക്കാതെ മുരളി. അയാൾ പറഞ്ഞാൽ പിന്നെ കേൾക്കാതെ നിവൃത്തിയില്ല. കാലം അങ്ങനെയായിപ്പോയി. നിനക്ക് ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ തീർച്ചയായും ചാൻസ് തരാം. ഇനി ഞാൻ പടം എടുക്കുന്നെങ്കിൽ ദുബായിലെ ബാർബർ ഷാപ്പ് തന്നെയായിരുന്നു ഭേദം. ഞാൻ പ്രൊഡക്ഷൻ മാനേജരോട് പറഞ്ഞ് നിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് വിടാം. ആ, അവൾ അത്രയ്ക്ക് ചാട കാണിച്ചോ? എന്നാ അവളെ കട്ട് ചെയ്തേക്കൂ. ഇപ്പൊ ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ടല്ലോ. 16ഉം 17ഉം വയസ്സുള്ള പെമ്പിള്ളേരുണ്ടല്ലോ. ആ, എനിക്ക് പേരായിട്ട് പറ്റും. അതാണ്, അവരെ വിളിക്കൂ. ആ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ആ, പിന്നെ ഏതായാലും ഹരിമോഹൻ വരാൻ ഒരു 3-4 മണിക്കൂർ ലേറ്റ് ആവും. ശരി സാർ. ഇനിയിപ്പോൾ ഏതായാലും ഷൂട്ട് വേണ്ട. ഞാൻ ടയർഡായിപ്പോയി. പാക്കപ്പ് പാക്കപ്പ്. സാർ, എങ്കിൽ പാക്കപ്പ് പാക്കപ്പ്. ഓക്കെ, ബൈ. ഇവിടെ നിന്നാ മതിയടോ, ബസ് കിട്ടും. ശരി സാർ, താങ്ക് യു. അയ്യോ ചേട്ടാ, വണ്ടിക്കൂലി, എന്റെ പേഴ്സ്. ഇതെന്തൊരു പരീക്ഷണം. ഇനി വീട്ടിൽ എങ്ങനെയാണെത്തും? മിസ്റ്റർ മുരളിയല്ലേ? അതെ. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അന്ന് ടൗൺ ഹാളിൽ ആ മിമിക്രി പരിപാടി ഞാൻ കണ്ടിരുന്നു. നിങ്ങളെ ആ വെടിക്കെട്ട് ഉഗ്രനായിരുന്നു. എന്താ ഇവിടെ മിമിക്രി വല്ലതും ഉണ്ടോ? എന്താ, എന്ത് പറ്റി മുരളി? എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 100 വന്ന് സഹായിക്കണം. അത്യാവശ്യമായതുകൊണ്ടാ. എന്ത് പറ്റി? ചെന്ന ഉടനെ ഞാൻ അയച്ചു തരാം. എൻ്റെ പേഴ്സ് പോക്കറ്റടിച്ച് പോയി. അതിനെന്താ, അത്രേ ഉള്ള 100 ആക്കുന്നത് എന്തിനാ? ഇതാ 150 പിടിച്ചോ. ഇത് തിരിച്ചു തരാനൊന്നും നിൽക്കണ്ട. ഞാൻ തരുന്നൊരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. നിങ്ങൾ നല്ല കഴിവുള്ളവനാ മുരളി. മിമിക്രി എന്ന് പറഞ്ഞ് നടക്കാതെ വല്ല സീരിയലിലോ സിനിമയിലോ ഒക്കെ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. വരട്ടെ? വലിയ ഉപകാരം ശരി, കേട്ടോ. കാണാം. നന്നായി വരും. ആ, ഈശ്വര. മോളെ, നീ വിഷമിക്കണ്ട. അവൻ അല്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ വിളിയും പറച്ചിലും ഒന്നും ഇല്ല. ചിലപ്പോഴേ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അവന് വിളിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാവും. അതല്ലമ്മേ, എനിക്കൊരു വിഷമം, എന്തോ ഒരു വല്ലായ്മ. മുരളിച്ചേട്ടന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈശ്വര, ആപത്തൊന്നും പറ്റാതെ ഇങ്ങ് വന്നാ മതിയായിരുന്നു. മോള് വിഷമിക്കാതെ, നമുക്ക് മുത്താരമ്മൻ കോവിലേക്ക് ഒരു ഗുരുതി നേരം. അവൻ ആപത്തില്ലാതെ ഇങ്ങടെ എത്തൊടി മോളെ. ആരമ്മേ? ആരോ നടന്നു വരുന്നുണ്ടല്ലോ, ശബ്ദം കേട്ടു. മോനെ. മുരളിച്ചേട്ടാ, ഈശ്വര,
അമ്മയും ഞാനിപ്പോ നേർന്നതേ ഉള്ളൂ തിരിച്ചു വരാൻ. പോയപ്പോ മുതലൊരു വല്ലാത്ത സങ്കടമായിരുന്നു. എന്താ മുരളിച്ചേട്ട പെട്ടെന്നിങ്ങ് പോകുന്നത്? അസുഖമൊന്നുമില്ലല്ലോ? നീ ഒരു ഗ്ലാസ് വെള്ളമിട്. ചെല്ല് ചെല്ല്. എന്താ മോനെ, എന്താ നിനക്കൊരു വല്ലായ്മ? ഷൂട്ടിംഗ് ഒക്കെ നല്ലോണം കഴിഞ്ഞോടാ മോനെ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്താടാ? ദാ വെള്ളം. എന്നാ വെള്ളം കുടിക്കേ. മുരളിച്ചേട്ടാ, എന്താ കാര്യം? എന്തായാലും തുറന്നു പറ. ഷൂട്ടിംഗ് നടന്നില്ലേ? എനിക്കതൊന്നും പറഞ്ഞിട്ടില്ല വിനീതേ. അതെന്താ അങ്ങനെ ഒരു നിരാശ? എന്താ കാര്യമെന്ന് പറയുന്നുണ്ടോ? കറുകറുത്ത ഞാൻ എങ്ങനെയാ സിനിമയിൽ അഭിനയിക്കുന്നത്? കുരങ്ങിന്റെ മുഖം, എന്റെ മുഖം കണ്ട ഓഡിയൻസ് സഹിക്കും. അവര് തിയേറ്റർ കത്തിക്കും. എന്ന് ആര് പറഞ്ഞു? ഹീറോ. അതുകൊണ്ട് അവരെന്നെ പടത്തിന്ന് കട്ട് ചെയ്തു. അത് പറഞ്ഞവരെ തന്തേടാ കുരങ്ങ്. എന്റെ മോൻ അവന്റെ ശുപാർശയൊന്നും വേണ്ട. അവനോട് പോവാൻ പറ. കണ്ട കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും പറഞ്ഞു കേട്ടിട്ടാണോടാ നീ സങ്കടപ്പെട്ടു വന്നിരിക്കുന്നത്? അവനോട് പോവാൻ പറടാ. അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളി. ഈ നാരായണിയുടെ ചൂലും കെട്ടുകൊണ്ട് 2 എണ്ണം കിട്ടുമ്പോ അവനൊക്കെ മര്യാദ പഠിക്കും. മുരളിച്ചേട്ട അതിന്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട. വലിയ നടന്മാരെല്ലാം ആദ്യകാലത്ത് കുറെ കഷ്ടപ്പെട്ടവരാ. അതൊക്കെ ഇതിന്റെ ഭാഗമാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് മനസ്സ് വിഷമിച്ചിങ്ങനെ കൂനിക്കൂടി ഇരിക്കല്ലേ? ഓ ഇല്ല വിനിതേ, എനിക്ക് മതിയായി. നമുക്ക് ഈ ഓട്ടോ തന്നെ ധാരാളം. അത് മതി. നമ്മൾ എന്തിനാ സിനിമയിലും നാടകത്തിലൊക്കെ പോകുന്നു? ജീവിക്കാൻ ഓട്ടോ മതി. പക്ഷേ മുരളിച്ചേട്ട ഒരു കലാകാരനല്ലേ? കൊച്ചേട്ടൻ പറഞ്ഞത് മറന്നോ? ഓട്ടോക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ കലാകാരന്മാർ അധികം പേരില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അകത്തേക്ക് എഴുന്നേറ്റ് വന്നേ. അവസരങ്ങൾ ഇനിയും വരും, അല്ലേ? നോക്കിക്കോ. എന്റെ മുത്താരമോ, എന്റെ മോനെ സങ്കടപ്പെടുത്തിയ സിനിമയല്ലോ 8 നേരം പൊട്ടണേ. ഞാൻ 2 ഗുരുതി പൂജ നടത്തിക്കോളാമേ. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഞാൻ ആദ്യം മനസ്സിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കളയട്ടെ. മുരളിച്ചേട്ട ഒന്ന് എഴുന്നേറ്റ് വന്നേ. എണീക്ക് എണീക്ക്, വിഷമിക്കണ്ട. ചെല്ല്. അവന്മാരുടെ ഒടുക്കത്തെ സിനിമ തോലഞ്ഞു പോട്ടെ.